ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാനുള്ളതാണ് നമ്മുടെ ICICI ബാങ്കിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ചോദിക്കാനുള്ളത്. നമ്മൾ ICICIയുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോസ് ഒന്നും റീസെൻ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് പുതിയതൊന്നും അവർ ലോഞ്ചിങ് സംഭവം ചെയ്യണമെന്നില്ല. അപ്പോൾ ഉള്ള കാർഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലത് മെയിൻ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കാർഡുകളെല്ലാം അത്യാവശ്യം ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കാർഡുകളാണ്. അപ്പോൾ അത് പിന്നെ നോർമൽ ആൾക്കാർ എന്തായാലും എടുക്കില്ല, അത്യാവശ്യം നല്ല ചാർജസും സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡാണ്. ഇതാണ് നമ്മുടെ കോറൽ ക്രെഡിറ്റ് കാർഡ്. എനിക്ക് അവൈലബിൾ ആണ്. എനിക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നത്. നിങ്ങൾക്കിത് എടുക്കുമ്പോൾ 2 വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കും. റുപ്പേ വേരിയന്റിലും അതുപോലെ തന്നെ വിസ വേരിയന്റിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ. നോർമലി ഇതിന് മിക്കതും നമുക്ക് 21 ഏജ് അപ്പോൾ അതുപോലെ തന്നെ 750 അപ്പോൾ സിവിൽ സ്കോർ ഒരു 15,000 മിനിമം സാലറി ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എൻട്രി ലെവൽ കാർഡായതുകൊണ്ട് തന്നെ നമുക്ക് 500 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. ബെസ്റ്റ് ഔട്ടഡ് ഫോർ നോക്കിക്കഴിഞ്ഞാൽ മൂവീസും ഡൈനിങ്സും തന്നെയാണ്. റിവാർഡ് പോയിന്റ്സ് ആണ് സംഭവത്തിൽ വരുന്നത്. അതുപോലെ തന്നെ മൂവി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ 25% ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ റിവാർഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് പെർ 100 rupees സ്പെൻഡ് ഓൺ യൂട്ടിലിറ്റീസ് ആൻഡ് ഇൻഷുറൻസ്. 2 റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് അതർ സ്പെൻഡിനൊക്കെ കേട്ടോ. പിന്നെ 1 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ്. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് സംഭവമൊക്കെ നമുക്ക് പെർ ക്വാർട്ടറിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പക്ഷേ കുറേ ഡിവാലുവേഷൻ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് കുഴപ്പം. അപ്പോൾ കുറേ കാർഡുകൾ ഡിവാലുവേഷൻ സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സീറോ ലൈബിലിറ്റി പ്രൊട്ടക്ഷൻ കാർ സംഭവമൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അത് മിക്ക എല്ലാ കാർഡിലും ഉണ്ട്. അവർ സ്പെസിഫിക് എടുത്ത് പറയാനൊന്നുമില്ല. നമ്മൾ ഒരു കൊല്ലത്തിൽ നമ്മൾ 1,50,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ ഓഫ് ചെയ്തിട്ട് കിട്ടാം. പിന്നെ റിവാർഡ് റിഡംഷൻ ഫീ ആയിട്ട് 95 രൂപ പ്ലസ് GST വരുന്നുണ്ട്. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് ആയിട്ട് 3.5% വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 3.4%. നിങ്ങൾ ഡ്യൂ ഡേറ്റ് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരിക, അല്ലെങ്കിൽ വരില്ല. എനിക്ക് ചെറുതായിട്ട് പനിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സൗണ്ട് ഡിഫറൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കാട്ടോ. പിന്നെ ഫ്യൂൽ സർചാർജ് വേ ഓഫ് നമുക്ക് 1% നമുക്ക് നോർമൽ ബാക്കി എല്ലാ കാർഡിലും കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് HPCL പെട്രോൾ പമ്പ് സ്റ്റേഷനിലാണ് കിട്ടുക. പിന്നെ നമുക്ക് ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 2.5% അല്ലെങ്കിൽ മിനിമം 300 രൂപയാണ് നമുക്ക് വരിക കേട്ടോ. അതായത് ATM ഉപയോഗിക്കുമ്പോൾ കേട്ടോ. എറൗണ്ട് കാർഡ് ഫീസിന് നമുക്ക് ജസ്റ്റ് ഒന്നും കാർഡ് സംഭവമൊന്നുമില്ല, നില്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ എന്തായാലും നമ്മുടെ സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക്, നമ്മുടെ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വലി ഡീറ്റെയിൽസും ഫോൺ നമ്പർ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവർ തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ കാണിക്കും നിങ്ങൾ ഏത് കാർഡിനാണ് എലിജിബിലിറ്റി. അപ്പോൾ നോർമലി മിക്ക എല്ലാ ആൾക്കാരും നമ്മുടെ പ്ലാറ്റിനം കാർഡിലേക്ക് പോകും. അതായത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ICICI ബാങ്കിൻ്റെ കാർഡിനില്ല. പക്ഷേ ആ കാർഡിന് ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. അത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് പിന്നെയും നിങ്ങൾ കോറൽ അപ്ലൈ ചെയ്യായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇതിൽ കാണിക്കും. പിന്നെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഓൾറെഡി കാണിക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. ഡിപ്പെൻഡ്സ് അപ്പോൺ ഒരു പ്രൊഫൈലാണ് കാണിക്കുക. അവരെന്നെ അനലൈസ് ചെയ്തിട്ട് അവരെന്നെ കാണിക്കട്ടെ ഇത് കാരണം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ള. അപ്പോൾ അതിൻ്റെ ഫീസും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ICICI കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുന്നുണ്ട്. കോറൽ കാർഡിനൊക്കെ നമുക്ക് സുഖമായിട്ട് ഓഫർ കിട്ടും. 2-ലായാലും കിട്ടും, ആമസോണിലായാലും കിട്ടും, ഫ്ലിപ്കാർട്ടിലായാലും കിട്ടും. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആക്ച്വലി എനിക്ക് പനി സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അധികം നേരം സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് കിതപ്പ് വരിക. അടുത്ത വീഡിയോ കാണാം. അല്ലെങ്കിൽ അറിയിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ പുതിയ ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക. GHS വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക് ന്യൂസ്, ജോബ് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്, മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.